ആർ യു ഓക്കെ അല്ലെങ്കിൽ ചേട്ടാ കണ്ണു തുറന്നേ. നമ്മൾ CPR എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചുരുക്കി പറയുകയാണ്. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആൾ നമുക്ക് CPR കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണോ എന്ന് ഉറപ്പുവരുത്തുക. അതായത് നമ്മൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണോ എന്ന് ഉറപ്പുവരുത്തുക. സീൻ സേഫ്റ്റി എന്ന് പറയും. അപ്പം പേഷ്യൻ്റ് സേഫ് അല്ലാത്തൊരു പൊസിഷനിലാണ് കിടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റോഡിൻ്റെ മധ്യഭാഗത്താണെങ്കിൽ ഒരു വശത്തേക്ക് മാറ്റുക. അത് സേഫായിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ തൊടാനും നമുക്ക് മറ്റു കാര്യങ്ങൾ തുടരാനുമുള്ള ഒരു സാഹചര്യത്തിലോട്ട് മാറ്റുക. അത് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് പേഷ്യൻറ്റിൻ്റെ പ്രതികരണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. റെസ്പോൺസ് ചെക്ക് ചെയ്യുക. അത് 2 മോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് വോയിസ് മോഡും 2 ശക്തിയിലായിട്ട് തട്ടുക. 2 തോളിലുമായിട്ട് 2 കൈകളും ഉപയോഗിച്ച് ശക്തിയായി തട്ടുകയും ഉച്ചത്തിൽ അവരെ വിളിക്കുകയും ചെയ്യുക. ആർ യു ഓക്കെ അല്ലെങ്കിൽ ചേട്ടാ കണ്ണു തുറന്നേ. ഇങ്ങനെ ശക്തിയിൽ തട്ടി നോക്കുക. ഈ 2 സ്റ്റിമുലസ് കൊടുത്തു കഴിയുമ്പോഴും പേഷ്യൻ്റ് യാതൊരുവിധ പ്രതികരണവും കാണിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഉടനെ തന്നെ സഹായത്തിന് വേണ്ടി ആംബുലൻസിനെയോ ചുറ്റും നിൽക്കുന്ന ആളുകളെയോ വിളിച്ചു കൂട്ടേണ്ടതാണ്. അവർ എത്തുമ്പോഴേക്കും അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത പടിയിലേക്ക് കിടക്കുക. അതായത് ഹൃദയസ്തംഭനം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി നമ്മൾ നോക്കുന്നത് പൾസ്, അതായത് സെൻട്രൽ പൾസ് എന്ന് പറയും. നമ്മുടെ കഴുത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സെൻട്രൽ പൾസും ശ്വാസോച്ഛ്വാസം, അതായത് നെഞ്ചിൻ്റെ ഉയർച്ച താഴ്ചകളുമാണ് നോക്കുന്നത്. നമ്മുടെ 3 വിരലുകൾ കഴുത്തിൻ്റെ മധ്യഭാഗത്തായി സ്പർശിച്ച് നോക്കുക. അവിടെ നിന്നും നമ്മുടെ വശത്തേക്ക് തന്നെ വിരലുകൾ താഴേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു ഗ്രൂവ്, അതായത് ഒരു കുഴി പോലുള്ള ഒരു ഭാഗത്ത് നമ്മുടെ കൈ എത്തും. ആ വിരലുകൾ അവിടെ ഒരു 5 മുതൽ 10 സെക്കൻഡ് വരെ, പരമാവധി 10 സെക്കൻഡ്, കുറഞ്ഞത് 5 സെക്കൻഡ് അവിടെ വയ്ക്കുക. അപ്പോൾ ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. ഈ സമയം നമ്മുടെ കണ്ണുകൾ തല മെല്ലെ ചരിച്ച് നെഞ്ചിൻ്റെ ഉയർച്ച താഴ്ചകൾ പരിശോധിക്കണം. അപ്പം നമുക്ക് ഒരേ സമയം പൾസ് ഉണ്ടോ എന്നും ബ്രീത്തിങ് ഉണ്ടോ എന്നും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം പൾസ് നമുക്ക് കിട്ടുന്നുണ്ടോ, ബ്രീതിങ് ഉണ്ടോ, ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഈ പേഷ്യൻ്റ് ഹൃദയസ്തംഭനത്തിലാണ്, അഥവാ കാർഡിയാക് അറസ്റ്റിലാണ്. അഥവാ ബ്രീതിങ്ങിന് പകരം ചെറുതായി ഗ്യാസ്പിംഗ് എന്ന് പറയുന്ന രീതിയിൽ വളരെ ഒക്കേഷണൽ, വളരെ വിരളമായിട്ട് ചെറിയൊരു ബ്രീത്ത് എടുത്താലും അതിനെ പൾസ് കിട്ടാത്ത സാഹചര്യത്തിൽ കാർഡിയാക് അറസ്റ്റായി തന്നെ കാണേണ്ടതാണ്. പൾസ് കിട്ടുന്നില്ല എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിലും നമ്മൾ കാർഡിയാക് അറസ്റ്റായി തന്നെ കാണേണ്ടതാണ്. കാർഡിയാക് അറസ്റ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചെയ്യേണ്ടത് ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. CPR കൊടുക്കുന്നതിന് വേണ്ടി കൃത്യമായ രീതിയുണ്ട്. പുരുഷന്മാരാണെങ്കിൽ വസ്ത്രം മാറ്റിവെക്കുക, നെഞ്ച് എക്സ്പോസ് ചെയ്യുക, നെഞ്ചിൻ്റെ മധ്യഭാഗം കാണാൻ പറ്റുന്ന രീതിയിൽ. അത് നിർബന്ധമല്ല, സ്ത്രീകളിൽ വസ്ത്രം മാറ്റണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഏതാണോ ഡോമിനൻ്റ് ഹാൻഡ്, നമുക്ക് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന കൈയുടെ പത്തിഭാഗം, അതായത് ഹീൽ ഓഫ് ഹാൻഡ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്നത്. മറ്റേ കൈ കൊണ്ട് നമുക്ക് ലോക്ക് ചെയ്ത് പിടിക്കുക. വിരലുകൾ നെഞ്ചിൽ മുട്ടാൻ പാടില്ല. ഈ മധ്യഭാഗം നെഞ്ചിലെ സ്റ്റേണം എന്ന് പറയുന്ന മധ്യഭാഗത്തുള്ള ബോണിൻ്റെ മധ്യഭാഗത്തായിട്ട് അല്ലെങ്കിൽ കുറച്ച് താഴേക്കായിട്ട്, വയറിലോട്ട് പോകാൻ പാടില്ല. നെഞ്ചിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് താഴെയായിട്ടാണ് കൈ വയ്ക്കുന്നത്. അതിനുശേഷം കൈമുട്ടുകൾ നിവർന്നിരിക്കണം, കൈമുട്ടുകൾ വളഞ്ഞിരിക്കാൻ പാടില്ല. കൈമുട്ടുകൾ നിവർന്നിരിക്കണം. നമ്മൾ കൊടുക്കുന്ന ബലം നേരെ താഴേക്കാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഷോൾഡർ, തോൾ ഭാഗം നേരെ പേഷ്യൻ്റെ നെഞ്ചിൻ്റെ മുകളിലേക്ക് വരണം. അങ്ങനെ വന്നതിന് ശേഷമാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കേണ്ടത്. എത്രത്തോളം താഴത്തിൽ കൊടുക്കണമെന്ന് പറയുന്നത്, സാധാരണ ഒരു മുതിർന്ന പൗരനിൽ കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 മുതൽ 6 സെൻറ്റിമീറ്റർ താഴ്ചയിലാണ് നമ്മൾ നെഞ്ച് അമർത്തേണ്ടത്. അതിനുശേഷം ഓരോ അമർത്തലിന് ശേഷവും പൂർണ്ണമായി നെഞ്ച് വികാസം പ്രാപിക്കാൻ അനുവദിക്കണം. എത്ര വേഗതയിൽ നമ്മൾ കംപ്രഷൻ കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ CPR പറയുന്നത് ഒരു 30 കംപ്രഷൻ കൊടുക്കൂ, 2 ബ്രീത്ത് കൊടുക്കൂ എന്നാണ്. 30 കംപ്രഷൻ, 2 ബ്രീത്ത്. അത് കൊടുക്കേണ്ട വേഗത ഒരു 100 മുതൽ 120 കംപ്രഷൻ ഒരു മിനിറ്റിൽ വരുന്ന വേഗത. അതായത് ഒരു 1 and 2 and 3 and 4 and 5 and 6 and 7 and 8 and 9 and 10 and ആ ഒരു വേഗത, അതായത് ഒരു മിനിറ്റിൽ ഒരു 100 മുതൽ 120 വരെ വരുന്ന വേഗതയിലാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് ചെസ്റ്റ് റീകോയിൽ അനുവദിക്കുക. അടുത്ത് നമ്മൾ 2 ബ്രീതിങ് എങ്ങനെ കൊടുക്കും? അപ്പം പേഷ്യൻറ്റിൻ്റെ ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ശ്വാസനാളം തുറക്കുന്നതിന് വേണ്ടി, അബോധാവസ്ഥയിലിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ശ്വാസനാളം അടഞ്ഞിരിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. ശ്വാസനാളം തുറക്കുന്നതിന് വേണ്ടി ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് എന്നൊരു പ്രക്രിയയാണ് ചെയ്യുന്നത്. നമ്മുടെ കൈപ്പത്തി നെറ്റിയിലോട്ട് വയ്ക്കുക, പെരുവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് മൂക്കിൻ്റെ ദ്വാരങ്ങൾ അടച്ചു പിടിക്കുക, താടി മറ്റ് വിരലുകൾ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യുക. ഇത് മാനിക്കിൻ ഇങ്ങനെ തിരിക്കുക, ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് മൗത്ത് ടു മൗത്ത് ആണെങ്കിൽ മൗത്ത് ടു മൗത്ത്, അല്ല എങ്കിൽ മാസ്ക് ഉപയോഗിച്ച് ടിക് ടിക് 1, ടിക് ടിക് 2 2 ബ്രീത്ത് കൊടുക്കാം. ആ ബ്രീത്ത് കൊടുക്കുന്നത് സ്വാഭാവിക ബ്രീത്ത് ആയിരിക്കണം. നോർമൽ ശ്വാസം എടുക്കുക,
1 സെക്കൻഡിൽ 1 ശ്വാസം എന്ന നിലയിലാണ് 2 ബ്രീത്ത് കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ CPR ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുക. ഏതുവരെ? ഒന്നുകിൽ നമുക്ക് പേഷ്യൻറ്റിനെ ഉണരുന്നു, അല്ലെങ്കിൽ പൾസ് തിരിച്ചു കിട്ടുന്നു. എങ്ങനെ അറിയാം? ഓരോ 2 മിനിറ്റിലും നമ്മൾ പൾസ് ചെക്ക് ചെയ്യുകയും ശ്വാസോച്ഛ്വാസം ചെക്ക് ചെയ്യുകയും വേണം. ഇതിലെപ്പോഴെങ്കിലും നമുക്ക് പൾസ് തിരിച്ചു കിട്ടിയാൽ അവിടെ CPR അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹയർ ഫെസിലിറ്റീസ്, ആംബുലൻസ്, AED, ഡീഫിബ്രിലേറ്റർ തുടങ്ങിയ ഹയർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് വരെയും നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം.